അപ്പൊ നമ്മുടെ FRK വ്ളോഗ്സ് അങ്ങനെ നമ്മുടെ ഫേക്ക് ഫ്രണ്ട്സ് സീരീസിന്റെ അടുത്ത എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു ഇതിന്റെ ഒരു എപ്പിസോഡായിട്ട് വരുന്നത്. അപ്പൊ ഈ ഫേക്ക് ഫ്രണ്ട്സിന്റെ ഒരു കാര്യം ഞാൻ തന്നെ പറയാം. പുള്ളിക്കാരന്റെ ഈ ഒരു വീഡിയോകൾ നമുക്ക് നമ്മുടെ വീഡിയോനകത്ത് യൂസ് ചെയ്യാൻ പറ്റൂല. കാര്യം പുള്ളിക്കാരന്റെ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇത് യൂസ് ചെയ്യണമെങ്കിൽ കോപ്പി റൈറ്റ് അടിച്ച് തരുമെന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോനകത്ത് FRKയുടെ യാതൊരു വീഡിയോകളും നമ്മൾ കാണിക്കുന്നതല്ല. പകരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ആ വീഡിയോനകത്ത് ഉണ്ടായത്. അപ്പൊ ആദ്യം തന്നെ FRK ആ ഒരു വീഡിയോനകത്ത് കണ്ടപ്പോൾ തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞ ഒരു 18+ വാണിംഗ് ഒക്കെ കാണിച്ച്. കാര്യം ഈ ഒരു വീഡിയോ കാണാനായിട്ട് 18+ അല്ലാത്ത ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് പുള്ളിക്കാരനെ വാണിംഗ് കാണിച്ച്. അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച്. അപ്പൊ എന്തോ വലുത് വരാനുണ്ട് എന്നുള്ളൊരിത്. പക്ഷെ എൻ്റെ ധാരണ മൊത്തം തിരിച്ചുകൊണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ വീഡിയോ. കാര്യം വീഡിയോനകത്ത് അങ്ങനെ പറയത്തക്ക കണ്ടന്റുകൾ വല്ലതുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ പുള്ളിക്കാരൻ ഇതിനകത്ത് പറയാനുള്ള പുള്ളിക്ക് വേറെ പണിയുണ്ട് എന്നുള്ള കേസാണ്. പുള്ളിക്കാരൻ കുറെ നേരം അത് തന്നെയായിരുന്നു ഭൂരിഭാഗം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, അതായത് നിങ്ങളിങ്ങനെ ഫേക്ക് ഫ്രണ്ട്സിന്റെ വീഡിയോ ഇട് എന്നിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് അതല്ല എൻ്റെ പണി, എനിക്ക് വേറെ പണിയുണ്ട്, അപ്പൊ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണായിരുന്നു, പുള്ളി തന്നെയാണല്ലോ ഈ ഒരു സാധനം തുടങ്ങിയത്. ഇങ്ങനെ ഫേക്ക് ഫ്രണ്ട്സിന്റെ ഒരു ഇതൊക്കെ തുടങ്ങി നമ്മുടെ KSന്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞ്, ഞാൻ പുള്ളിക്കാരന്റെ പേരൊന്നും എടുത്ത് പറയാത്ത ഇനി വെറുതെ പുള്ളിക്കാരനെ ഇപ്പൊ FRK വന്നിട്ട് FRKയുടെ വീഡിയോനകത്ത് ഇപ്പൊ അവരൊന്നും പറ്റി ചർച്ച ചെയ്യണം. പിന്നെ ഞാൻ ഇതിനെ വെറുതെ വെച്ചിട്ട് വരുന്നത്. അപ്പൊ അവരൊക്കെ അവരുടെ വഴിക്ക് പോട്ടെ. അപ്പൊ എന്തായാലും ഇതിനകത്ത് പുള്ളിക്കാരൻ വന്ന് പറയുന്നതെന്ന് പറഞ്ഞ മെയിനായിട്ടും പുള്ളിക്ക് വേറെ പണിയുണ്ട്, അപ്പൊ നിങ്ങളിങ്ങനെ വന്ന് പറയല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ആരൊക്കെയോ പുള്ളിക്കാരനെ റെഡിറ്റിനകത്തോ പുള്ളിയുടെ കമന്റ് ബോക്സിനകത്തോ വന്ന് തെറി വിളിക്കുന്ന അവർക്ക് എല്ലാവർക്കും പണി കൊടുക്കും എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരന്റെ കയ്യിലുള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും, അതായത് പുള്ളിയുടെ കയ്യിലുള്ള പ്രൂഫുകൾ എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ പ്രൂഫുകളൊന്നല്ല പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കണം. ആ പ്രൂഫുകളൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഒരു ആറ്റം ബോംബ് പോലെ പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഹൈപ്പ് കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി നിങ്ങൾ ഈ ഹൈപ്പ് കൊടുക്കണം. ഇപ്പൊ പൊട്ടിക്കും മറ്റേ ജഗതി അല്ലല്ല മറ്റേ നെടുമുടി വേണം മറ്റേ തേങ്ങ പിടിച്ചിട്ടിരിക്കില്ല, ഞാൻ ഇപ്പൊ പൊട്ടിക്കുമെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നല്ലാണ്ട് നിങ്ങളതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവര് പൊട്ടിച്ച്, അപ്പൊ ഇവര് ഇങ്ങനത്തെ ആൾക്കാരാണ്, അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ ഇത്രയും മുഖം മൂടിയിട്ട് നടക്കുന്ന ചെന്നായകളാണ് ഇവർ എന്നൊക്കെ നമുക്ക് അപ്പൊ പറയാം. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ പൊട്ടിക്കും എന്ന് നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കല് അത് കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പൊ അതൊന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും പൊട്ടിച്ചില്ല. പുള്ളിക്കാരൻ വീഡിയോയിനകത്ത് വന്നിരുന്ന് പറയുന്നതും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പൊട്ടിച്ചു. പക്ഷെ മെയിൻ ആയിട്ടുള്ള കൊമ്പൻ സ്രാവുകളെ പറ്റിയിട്ടൊന്നും പുള്ളിക്കാരൻ അങ്ങനെ കാര്യമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പൊട്ടിക്കും എന്ന് പറയാണ്ട് അതൊന്ന് പൊട്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുള്ളി തന്നെ പറഞ്ഞു പുള്ളിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആണെന്ന്. അപ്പൊ കാണുന്ന ആൾക്കാർക്കും അത് തന്നെയാണ് എന്റർടൈൻമെന്റ് ആണ്. അല്ലാണ്ട് ഇപ്പൊ ഇവരുടെ ഈ ഇതൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സുഖം, മറ്റേ ആരാണ്ട് നമുക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സുഖം ഉണ്ടാവും എന്ന് പറയില്ലേ, ആ ഒരു സെയിം സാധനമാണ് ഇവിടെ കാണുന്ന എല്ലാവർക്കും അതാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സംഭവം കാണാനായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, എന്നാലാണ് അവർക്കത് കാണാനായിട്ടുള്ള എന്തെങ്കിലും ത്രില്ലിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതായിരുന്നു ഈ ഒരു ഫേക്ക് ഫ്രണ്ട്സിന്റെ ആ ഒരു ഇതുവരെ ഉണ്ടായ ഫേക്ക് ഫ്രണ്ട്സിന്റെ ഒരു രസമൊക്കെ അത് തന്നെയായിരുന്നു. പിന്നെ വന്ന് അതങ്ങ് പയ്യെ പോകാൻ തുടങ്ങി. അപ്പൊ പിന്നെ അടുത്ത പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഈ ബാഡ് ബോയ്സിന്റെ റിവ്യൂവും കാര്യത്തിനെയൊക്കെ പറ്റി പുള്ളിക്കാരൻ പറഞ്ഞേ, റിവ്യൂ അല്ല പറഞ്ഞത്, അതായത് ബാഡ് ബോയ്സിനെ റിവ്യൂ ഇടുന്ന് ഇങ്ങനെ പുള്ളിക്കാരൻ്റെ അടിയിൽ വന്ന് പറയുന്നവരെയൊക്കെ പുള്ളിക്കാരൻ തെറി വിളിച്ചിട്ടുള്ള രീതിക്കൊക്കെ പലതും ഉണ്ടായി. അതായത് അതിനകത്ത് തെറി വിളിച്ചില്ല എന്ന് തോന്നുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിൽ അതൊക്കെ പുള്ളിക്കാരൻ തെറി വിളിക്കല് തുടങ്ങി. പുള്ളിക്കാരൻ്റെ അടിയിലൊന്ന് നെഗറ്റീവ് ഇടുന്നവരെ ഈ ഒരു വീഡിയോനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് പുള്ളിയുടെ വീഡിയോനകത്ത് ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞിട്ടുണ്ടായി ഈ വീഡിയോനകത്ത് 18+ ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന്. അപ്പൊ ആ തെറിവിളി ഉണ്ടാവും, സ്വാഭാവികം. പിന്നെ അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്നത് ഭയങ്കര എന്തോ സംഭവമാണ്, ഇനി വരാൻ പോകുന്നത് ഫുൾ 18+ വീഡിയോസ് ആയിരിക്കും, R-rated വീഡിയോസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത് എന്തിനാണ്? അതങ്ങ് അതായത് ഈ ഹൈപ്പ് കൊടുക്കല് നമ്മൾ കണ്ട് മടുത്തു പോയി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഈ ഹൈപ്പ് കൊടുക്കണ്ട, നിങ്ങൾ ആ സാധനം കൂടെ തന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ തീരുമാനിക്കാം, അതെ ഇതിന് ഇത്ര ഹൈപ്പിനുള്ള സാധനം ഉണ്ട്, ഇത് ആറ്റുമ്പം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. അല്ലാണ്ട് നിങ്ങളിങ്ങനെ കാണുന്നുണ്ട് ഈ ഹൈപ്പ് കൊടുക്കലല്ലാണ്ട് സാധനം ഒന്നും കാണുന്നില്ല. ഇപ്പം ഇന്നത്തെ വീഡിയോനകത്തായിരുന്നെങ്കിൽ ഒരു 0 കണ്ടന്റും അതേപോലെ 100% ഹൈപ്പും ആയിരുന്നു ഇന്നത്തെ വീഡിയോനകത്ത്. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അതാണ് തോന്നിയത്. വെറുതെ ഫേക്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ടാഗ്
ടാഗ് വെച്ചിട്ട് അതിനകത്ത് ഫേക്ക് ഫ്രണ്ട്സിനെ പറ്റിയിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പുള്ളി. അതായത് ഇപ്പം ഫേക്ക് ഫ്രണ്ട്സിനകത്ത് മെയിനായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ അവരൊന്നും പറ്റി പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി ആകെ പറഞ്ഞത് എന്താണ് ഫേക്ക് ഫ്രണ്ട്സിൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നതും അതേപോലെ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് എന്താണ് മെയിൻ കണ്ടന്റിനകത്തേക്ക് പുള്ളി വന്നിട്ടില്ല. വൈ FRK വൈ കം ടു ദ കണ്ടന്റ് ബ്രോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഇതേപോലുള്ള ഈ ഒരു സെയിം കാര്യം തന്നെ പുള്ളിക്കാരൻ ഈ അവരെ തെറി വിളിക്കുന്നു. അതായത് അവരെയൊന്നും ഉദ്ദേശിച്ച് പുള്ളിയുടെ താഴെ കമന്റ് ഇടുന്നവരെ റെഡിറ്റിനകത്തൊക്കെ വന്ന് പുള്ളിക്കാരനെ തെറി വിളിക്കുന്നവരെ ഒക്കെ പുള്ളിക്കാരൻ അങ്ങോട്ട് തിരിച്ചു തെറി വിളിക്കുന്നു. പിന്നെ പുള്ളി എന്തോ മഹാസംഭവമാണ്, ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഏജന്റ് X ആണെന്നൊക്കെ ഉള്ള രീതിക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ അതെന്തോ ആവട്ടെ പുള്ളി, അതെന്തോ ആവട്ടെ, അതൊന്നും അല്ല ഈ ഫേക്ക് ഫ്രണ്ട്സിന്റെ ഇത് കാണാൻ വന്നിരിക്കുന്നവർക്ക് അറിയേണ്ടത്. അവർക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടേഴ്സിനെ പറ്റി എന്തെങ്കിലും കുറ്റമോ കുന്നായ്മയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതാണ് മെയിനായിട്ടും. അതിപ്പോൾ നമ്മൾ FRKയുടെ വീഡിയോൻ്റെ വ്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതായത് ഈ ഫേക്ക് ഫ്രണ്ട്സിൻ്റെ ആ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരൻ റിവീൽ ചെയ്തിട്ടുള്ള ടൈമിനകത്താണ് പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല വ്യൂ ഇറക്കുന്നത്. അല്ലാണ്ട് ഇതേപോലുള്ള തന്നെ വ്യൂസ് പൊതുവെ കുറവായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്ര ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ തന്നെ കണ്ടിട്ട്? അപ്പോൾ FRK ഇനി വരും വീഡിയോകളിൽ ഇതൊക്കെ പൊട്ടിക്കുമോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ആണോ വരാനുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നിയെന്ന് വീഡിയോയുടെ തന്നെ കമൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നൊരു കിട്ടാം.